ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് വലിയ പ്രതീക്ഷ വയ്ക്കുന്നവരാണല്ലേ കൂട്ടുകാരെ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒന്നും നടന്നില്ലെങ്കിലോ വലിയ നിരാശയിലാകും. സീക്രട്ട് എന്ന പുസ്തകം പറയുന്നതും നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന എന്തും തീവ്രമായി ആഗ്രഹിക്കുക, നേടുമെന്ന് വിശ്വസിക്കുക, അത് നമ്മളിൽ വന്നു ചേരുക തന്നെ ചെയ്യുമെന്നാണ് അതിൽ പറയുന്നത്. അതുതന്നെയാണ് ബൈബിളിലും പറയുന്നത്. കൂട്ടുകാർക്കറിയാലോ. പൗലോ കൊയ്ലോ പറയുന്നത് എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാൻ ലോകം മുഴുവൻ അവരുടെ കൂടെ നിൽക്കുമെന്നാണ്. പക്ഷെ താവോയിസത്തിൽ പറയുന്നത് സംഭവിക്കുന്നതിനെ എല്ലാം അതിൻ്റെ വഴിക്ക് വിടുക എന്നാണ്. അതായത് പ്രകൃതിയുടെ മാർഗം സ്വാഭാവിക മാർഗമാണല്ലോ. അതുപോലെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പ്രശ്നങ്ങളെ നേടണമെന്ന് ആഗ്രഹിക്കുന്നവയെ അതിൻ്റെ സ്വാഭാവിക ഒഴുക്കിനനുസരിച്ച് വിടുക എന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നിരാശ, ദുഃഖം ഇവയുണ്ടാകില്ലല്ലോ. നമ്മുടെ ശ്രീബുദ്ധൻ പറയുന്നത് എന്താണ്? സകല ആഗ്രഹങ്ങളുടെയും അന്ത്യം ദുഃഖത്തിലാണെന്നാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായത് ചില കാര്യങ്ങൾ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. ഒരിക്കൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എൻ്റെ തീവ്രമായ ആഗ്രഹത്തിലൂടെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ. ഞാൻ എന്തൊക്കെ തീവ്രമായി ആഗ്രഹിച്ചിട്ടോ അതൊക്കെ കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ. പക്ഷേ അങ്ങനെ സംഭവിക്കുമോ എന്ന് നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ, ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അത് നമ്മളങ്ങ് വിട്ടേക്കുക. താവോയിസത്തിൽ പറയുന്ന പോലെ പ്രകൃതിയുടെ ഒഴുക്കിനനുസരിച്ച് എന്ന് പറയുന്ന പോലെ ജീവിതത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് വിടുക. അത് പ്രകൃതി ശക്തിയുടെ, അതായത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് നിരാശയുണ്ടാവില്ല, ദുഃഖമുണ്ടാവില്ല. താവോയിസത്തെക്കുറിച്ച് ചില കൂട്ടുകാർക്ക് അറിയില്ലായിരിക്കും അല്ലേ? അതുകൊണ്ട് താവോയിസത്തെക്കുറിച്ച് 2 വാക്കുകൾ പറയാവേ. ചൈനയിലെ ബുദ്ധൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തത്വജ്ഞാനിയായ ലാവോസിയാണ് താവോയിസത്തിൻ്റെ സ്ഥാപകൻ. പ്രഥമ ഗുരുവെന്നാണ് ലാവോസി എന്ന പേരിനർത്ഥം. ഒരിക്കൽ മനുഷ്യൻ്റെ കഷ്ടത നിറഞ്ഞ ജീവിതത്തോട് സഹതാപം തോന്നിയിട്ട് ലാവോസി നാട് വിടാൻ തീരുമാനിക്കുന്നു. യാത്രാമധ്യേ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു ദിവസം കൊണ്ട് ലാവോസി ഒരു പുസ്തകം എഴുതുകയും ചെയ്തു. ടാവോ ടി എന്ന പേരിൽ അറിയപ്പെട്ട ഈ പൗരാണിക ഗ്രന്ഥത്തിൽ താവോ എന്നും തേ എന്നും 2 ഭാഗങ്ങളായി 5000-ൽ പരം വാക്കുകൾ കൊണ്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു. ഇത് വിശിഷ്ടമായ തത്വശാസ്ത്ര ഗ്രന്ഥമായി കാണണമെന്നാണ് ലാവോസി അഭിപ്രായപ്പെട്ടുള്ളത്. ചൈനക്കാർ നിത്യജീവിത മാർഗദർശകമായി കരുതിയിരിക്കുന്നത് ഈ ഗ്രന്ഥത്തെയാണ്. കൂട്ടുകാർക്ക് താവോയിസത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ.